എല്ലാ കണ്ണുകളും ആപ്പിൻ്റെ, അതായത് ആം ആദ്മി പാർട്ടിയുടെ ഒരു നിലനിൽപ്പ് സാധിക്കുമോ എന്ന ചിന്തയിലേക്ക് വരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ആപ്പ് വലിയ പ്രതീക്ഷയോടുകൂടി ഇന്ത്യയുടെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിലേക്ക് വന്നൊരു രാഷ്ട്രീയ കക്ഷിയാണ്. അതൊരു അണ്ണാ ഹസാരെ മൂവ്മെൻറ്റ്. അത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടം. രാംലീല മൈതാനത്ത് വലിയ ആരവത്തോടുകൂടി അഴിമതിക്കെതിരെ, പ്രത്യേകിച്ച് മൻമോഹൻ സിംഗിൻ്റെ രണ്ടാം UPA ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു പോരാട്ടം. നിരവധി അഴിമതി ആരോപണങ്ങളാണെന്നുണ്ടായത്. അതിനെതിരെ വന്ന ഒരു ജൈവികമായ പ്രതിഷേധം. അതിൽ നിന്നും ഒരു സ്ട്രാൻഡ് വിട്ടുപോയത്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിക്കാനല്ല അണ്ണാ ഹസാരെ ശ്രമിച്ചത്. പക്ഷേ അരവിന്ദ് കെജ്രിവാളും കൂട്ടരും ഒരു പാർട്ടി രൂപീകരിച്ചു. ആദ്യ ഘട്ടം മുതൽ ആ ഒരു വ്യത്യസ്തമായ പാർട്ടി, അധികാരം എന്നത് മാത്രമല്ല അഴിമതി വിരുദ്ധത മുഖമുദ്രമാക്കിയ ആം ആദ്മി പാർട്ടി, സാധാരണക്കാരൻ്റെ പാർട്ടി, ചൂല് ചിഹ്നം, അതായത് അഴിമതിയെ ചൂല് കൊണ്ട് തൂത്തു നീക്കുന്ന ആ ഒരു സങ്കല്പം. ആ ചൂലിൻ്റെ ഈർക്കിലികൾ എന്ന് പറയുന്നത് വലിയ ചിന്തകന്മാർ, നേതാക്കൾ, സിവിൽ സർവൻസ്, റിട്ടയർഡ് ആളുകൾ, യങ് പ്രൊഫഷണലുകൾ, അങ്ങനെയുള്ള ആളുകളാണ് ആ പാർട്ടിയുടെ ഊടും പാവും. ആദ്യ കാലഘട്ടത്തിൽ യോഗേന്ദ്ര യാദവ് ഉണ്ടായിരുന്നു, കിരൺ ബേഡി ഉണ്ടായിരുന്നു, അതുപോലെ ഒരുപാട് പേര്, പ്രശാന്ത് ഭൂഷൺ ഉണ്ടായിരുന്നു, എത്രയോ നിയമവിദഗ്ധന്മാർ, പിന്നെ പോലീസിൻ്റെയൊക്കെ തലപ്പത്ത് ഉണ്ടായിരുന്നവർ, അതുപോലെ വലിയ സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു. പലരും പല സമയത്തെ കേജ്രിവാളിനെ വിട്ടുപോയി. പക്ഷേ അടുത്ത സമയം വരെ ഉറച്ചു നിന്ന് പൊരുതി പഞ്ചാബിൽ അധികാരത്തിൽ വന്നു. ഡൽഹിയിൽ 3 പ്രാവശ്യം അധികാരത്തിൽ എത്തിയ പാർട്ടി. ഇപ്പോൾ ആ പാർട്ടിയുടെ അവസ്ഥയാണ് ചർച്ചാ വിഷയം. ഓപ്പറേഷൻ ലോട്ടസ് ഇന്ന് നല്ല പോലെ പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിക്കുന്നവർ അനേകരാണ്. എന്താണ് ഓപ്പറേഷൻ ലോട്ടസ്? ഭാരതീയ ജനതാ പാർട്ടിക്ക് ജൈവികമായ വളർച്ച ഉള്ളിടത്ത് താമര വിരിയും, സ്വാഭാവികമാണ്. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഒക്കെ തന്നെ താമര വിരിഞ്ഞു. വാടിയതിനു ശേഷം വീണ്ടും ഉച്ചസ്ഥായിയിൽ വിരിയുന്ന ഒരു കാഴ്ച കണ്ടു. പക്ഷേ ഡൽഹിയിൽ അത് വിരിയിച്ചെടുത്തു. അത് കൂറുമാറ്റം കൊണ്ടൊന്നുമല്ല, ആപ്പിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടപ്പോൾ അത് വിരിയിച്ചെടുത്തു. വീണ്ടും ഒരിക്കൽ വിരിഞ്ഞ താമരയാണ്, വാടിക്കരിഞ്ഞു പോയി. കേജ്രിവാൾ പ്രഭാവത്തിൽ വീണ്ടും BJP ഡൽഹിയിൽ ഉയർത്തെഴുന്നേറ്റു. പഞ്ചാബിൽ ഒരിക്കലും BJP ഭരണകക്ഷിയായിട്ടില്ല. അകാലിദളിൻ്റെ ചിറകിലേറി ഭരണത്തിൽ വന്നിട്ടുണ്ട് എന്നല്ലാതെ ഒറ്റയ്ക്ക് ഭരണത്തിൽ വന്നിട്ടേ ഇല്ല. ഇപ്പോൾ അകാലിദളിൻ്റെ പ്രഭാവവും കുറഞ്ഞു വരിക്കുന്നു. പഞ്ചാബിൽ കോൺഗ്രസ് പാർട്ടി ശക്തമായ പാർട്ടി തന്നെയാണ്, പ്രതിപക്ഷത്താണ്. പക്ഷേ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയാണ് ഭരണത്തിൽ. വലിയ സ്വാധീനം ആം ആദ്മി പാർട്ടിക്കുണ്ട്, സാധാരണ ജനങ്ങൾക്കിടയിൽ, കർഷകർക്കിടയിൽ, സിഖുകാർക്കിടയിൽ. ഇനി കാര്യത്തിലേക്ക് വരികയാണ്. എന്താണ് ഇപ്പോൾ സംഭവിച്ചത്? ആം ആദ്മി പാർട്ടിയുടെ MP-മാർ രാജ്യസഭയിൽ 10 പേരുണ്ട്. അതിൽ 7 പേർ ആം ആദ്മി പാർട്ടിയെ തള്ളിപ്പറഞ്ഞ്, കേജ്രിവാളിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് BJP പാളയത്തിൽ എത്തി നിൽക്കുന്നു. ഒരുതരം കൊട്ടാരം പിടിച്ചെടുക്കലാണ്. 1/3 കൂടുതൽ, 66.6, അതാണല്ലോ 1/3. അപ്പോൾ 10-ൽ 7 പേരെന്ന് പറഞ്ഞാൽ കൂറുമാറ്റ നിരോധന നിയമം മറികടക്കുന്ന രീതിയിൽ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ MP-മാർ എണ്ണം പറഞ്ഞ 7 പേരാണ്. 3 പേര് വ്യവസായ പ്രമുഖന്മാരാണ്. അശോക് മിറ്റൽ ഉൾപ്പെടെയുള്ള ആളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ ഒക്കെ ഉള്ളവരാണ്. അന്ന് തന്നെ കേജ്രിവാൾ ഒരുപാട് വഴി കേട്ടതാണ്. പാർട്ടി പ്രവർത്തകരെ മാറ്റി എന്തിന് ഇങ്ങനെയുള്ള ആളുകൾക്ക് രാജ്യസഭാ സീറ്റ് ദാനമായി നൽകുന്നു? പഞ്ചാബ് നിയമസഭയിലെ അംഗങ്ങൾ, ആം ആദ്മി പാർട്ടിയുടെ 92 അംഗങ്ങളുണ്ട് 113 അംഗ നിയമസഭയിൽ. അവർ ചേർന്ന് തിരഞ്ഞെടുത്ത ആളുകളാണിത്. അപ്പം നോക്കൂ, അതുപോലെ ഹർഭജൻ സിംഗ്, ഇന്ത്യൻ ക്രിക്കറ്റ് താരമായിരുന്ന, ബൗളറായിരുന്ന, സ്പിന്നറായിരുന്ന ഹർഭജൻ സിംഗിനെ രാജ്യസഭയിൽ എത്തിച്ചു. ഇതൊക്കെ അഭിമാനകരമായ നേട്ടങ്ങളായി കേജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാനും ഒക്കെ കരുതി. ഇവരെല്ലാവരും, ഈ 7 പേരാണ് ഇപ്പോൾ മാറി ചവിട്ടിയിരിക്കുന്നത്. അതിൽ ഏറ്റവും വേദനിച്ചത് രാഘവ് ഛദ്ദ എന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ റൈറ്റ് ഹാൻഡ്. ആരാണ് ഛദ്ദ? യങ് ബ്യൂറോക്രാറ്റ്, യങ് ടെക്നോക്രാറ്റ് ആയിരുന്ന ഒരാളാണ്. വിദേശത്ത് പഠിച്ച ആളാണ്, ടെക്നോ ജയൻ്റാണ്, ബുദ്ധിമാനാണ്. ആദ്യം മുതൽ തന്നെ കേജ്രിവാളിനെ വലങ്കയിൽ നിന്നാണ്, തന്ത്രങ്ങൾ ഒരുക്കുന്നതിൽ അഗ്രഗണ്യനാണ്. അപ്പം ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോർഡിനേറ്ററായി കേജ്രിവാളിന് ശേഷം കടന്നു വരുന്ന സാമാന്യം ചെറുപ്പക്കാരനായ രാഘവ് ഛദ്ദ, അദ്ദേഹത്തെ പെട്ടെന്ന് രാജ്യസഭയുടെ
ഉപാധ്യക്ഷ സ്ഥാനത്തു നിന്നങ്ങ് മാറ്റി, പാർലമെൻ്ററി പാർട്ടിയുടെ ഉപനേതാവ് സ്ഥാനത്തു നിന്നങ്ങ് മാറ്റി. അദ്ദേഹം വേണ്ട രീതിയിൽ രാജ്യസഭയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നില്ല, ബില്ലുകളുടെ ചർച്ചയിൽ വേണ്ട ശുഷ്കാന്തി കാട്ടുന്നില്ല. ഉഗ്രമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് ഛദ്ദ. പാർലമെൻറ്റിനെ തീപിടിപ്പിച്ച ചർച്ചകളൊക്കെ നയിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ഛദ്ദ. പക്ഷേ ഇപ്പോൾ ഒരു മെല്ലപ്പൊക്കാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ച അശോക് മിറ്റലിനെയാണ്. ആ ആളും കൂറുമാറി. എന്തിന്? മലിവാൾ, സ്വാതി മലിവാൾ എന്ന വനിതാ കമ്മീഷൻ ഡൽഹി അധ്യക്ഷയായിരുന്നു, കേജ്രിവാളിൻ്റെ വലങ്കയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് കേജ്രിവാളുമായി തെറ്റി കേജ്രിവാൾ അച്ഛത എന്ന് കരുതപ്പെടുന്ന ഗുണ്ടാകൾ സ്വാതി മലിവാളിനെ കയ്യേറ്റം ചെയ്തത് 2 വർഷം മുൻപ് വലിയ വാർത്തയായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വൻ വാർത്തയായിരുന്നു. ഇവരെല്ലാം ഒരു അവസരം പാർത്ത് നിൽക്കുകയായിരുന്നു. കേജ്രിവാളിൻ്റെ നയങ്ങളോടുള്ള വിയോജിപ്പ്. ആം ആദ്മി പാർട്ടി തന്നെ ഒരു BJPയുടെ കോൺഗ്രസിൻ്റെ ഒക്കെ ലൈനിലേക്ക് വരികയാണ്. പണം സ്വീകരിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുക, അല്ലെങ്കിൽ പണം സ്വീകരിച്ചുകൊണ്ട് പ്രചരണത്തിൽ മേൽക്കൈ നേടി കുറേ MLA-മാരെ സൃഷ്ടിക്കുക. അങ്ങനെ ഗുജറാത്തിൽ 4 MLA-മാരെ സൃഷ്ടിച്ചു 2022 തെരഞ്ഞെടുപ്പിൽ. എന്നിട്ട് ഗോവയിൽ 2 MLA-മാരെ സൃഷ്ടിച്ചു. ഒരു ദേശീയ പാർട്ടിയായി മാറാൻ വേണ്ടി MLA-മാരെ സൃഷ്ടിക്കുന്നു. അങ്ങനെ ദേശീയ പാർട്ടി ആകണമെങ്കിൽ പണം വേണം. ആ പണം ഒരു ഡീലിലൂടെ നേടിയെന്നാണല്ലോ കേജ്രിവാളിനെതിരെയുള്ള ആരോപണം. ആ ഡീലാണ് ഡൽഹി മദ്യ നയ അഴിമതി. അതാണ് കവിതയും എല്ലാവരും കൂടി ചേർന്ന് ഹൈദരാബാദ് ലോബി, റെഡ്ഡി ലോബി പ്രവർത്തിച്ച് പണം എത്തിച്ച് 100 കോടി രൂപയോളം എത്തിച്ച് ആ പണം ഡൽഹിയിൽ ചില മദ്യ സർക്കിളുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ കൊടുത്ത കോഴപ്പണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് കേജ്രിവാളിൻ്റെ പാർട്ടി ഓൾ ഇന്ത്യ പാർട്ടിയായി മാറിയെന്ന ആരോപണം. ഇതെല്ലാം പശ്ചാത്തലത്തിലുണ്ട്. കേജ്രിവാളിനെ ഇപ്പോൾ പൂർണ്ണ കുറ്റവിമുക്തനൊന്നും ആക്കിയില്ല എങ്കിലും കോടതി കുറ്റവിമുക്തനാക്കി പറഞ്ഞുവെങ്കിലും ഇപ്പോഴും ഹൈക്കോടതിയിൽ കേസ് നിലവിലുണ്ട്. പൂർണ്ണമായി എക്സോണറേറ്റഡ് ആയിട്ടില്ല കേജ്രിവാൾ. അപ്പം കേജ്രിവാളിൻ്റെ ക്ഷീൺ പോയി. ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി 8 നിലയിൽ പൊട്ടിയപ്പോൾ 22 MLA-മാർ മാത്രമാണ് ഡൽഹി നിയമസഭയിൽ ആം ആദ്മി പാർട്ടിക്കുള്ളത്. ഒരു പ്രതിപക്ഷം എന്ന നിലയിലുണ്ട്. ആ പാർട്ടിയിലും പാർലമെൻ്ററി പാർട്ടി, ഡൽഹിയിലെ 22 അംഗ പാർലമെൻ്ററി പാർട്ടിയിൽ, അതേപോലെ പഞ്ചാബിലെ ഭരണകക്ഷിയാണ്, അവിടെ 92 അംഗ പാർലമെൻ്ററി പാർട്ടിയിൽ 3-2 പേര് പിരിഞ്ഞു പോകാനുള്ള വലിയ സാധ്യതയാണുള്ളത്. അതിലാണ് 48 പേരോളം ഉണ്ട്. 62 പേരുണ്ടെങ്കിൽ മാത്രമേ കൂറുമാറ്റ നിരോധന നിയമത്തിന് പുറത്തേക്ക് ഇത് പോകത്തുള്ളൂ, അല്ലെങ്കിൽ അവർ അയോഗ്യരാക്കപ്പെടും. അതുകൊണ്ട് രാഘവ് ചദ്ദയും സ്വാതി മലിവാളും അശോക് മിറ്റലും എല്ലാം ചേർന്ന് MLA-മാർ, ഇപ്പോൾ MP-മാർ വിജയകരമായി മറുകണ്ഠം ചാടി. അത് വളക്കൂറുള്ള മണ്ണിലേക്കാണ് ചാടിയിരിക്കുന്നത്. BJP കേന്ദ്ര നേതൃത്വത്തിന് BJP-യിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ പല രീതിയിൽ ഇവരെ സ്ഥാനമാനങ്ങൾ നൽകി അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും. അവിടെയാണ് കാതലായ മറ്റൊരു ചോദ്യം. എന്തിനിവർ ചാടി? പുറത്തു പറയുന്ന അരവിന്ദ് കെജ്രിവാളിനുള്ള വിയോജിപ്പ്, ആം ആദ്മി പാർട്ടിയുടെ നയങ്ങളോടുള്ള വിയോജിപ്പ്. പക്ഷേ ഒരു ED റെയ്ഡ് നടന്നു. അശോക് ജെയിൻ്റെ കേന്ദ്രങ്ങളിൽ ED റെയ്ഡ് നടന്നു. അപ്പോൾ ഇതാണ് വാഷിംഗ് മെഷീൻ കൾച്ചർ എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന ഒരു കൾച്ചർ. തങ്ങളോടൊപ്പം നിൽക്കുന്ന വ്യവസായികൾ, രാഷ്ട്രീയക്കാർ, ആളുകൾ അവരെന്ത് തെറ്റ് ചെയ്താലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും CBIയുടെയും ഒന്നും അന്വേഷണം വരില്ല. അതേസമയം മറ്റൊരു പാർട്ടിയിലാണ്, BJP വിരുദ്ധ ഒരു പാർട്ടിയിലാണ്, ആം ആദ്മി പാർട്ടി ആകട്ടെ, തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ, അവിടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പൊക്കും. ED റെയ്ഡ് ഉപയോഗിച്ചുകൊണ്ട് പൊക്കും. അപ്പം മറയ്ക്കാൻ മടിയിൽ കനമുള്ളവന് മാത്രമേ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ ചില MP-മാരെങ്കിലും മെച്ചപ്പെട്ട സാധ്യത തേടിപ്പോയതാണ്. ചിലരെങ്കിലും BJPയുടെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അമിത്ഷായുടെയും ഒക്കെ ബ്ലാക്ക്മെയിലിംഗ് ഭയന്ന് പോയതാണ്. ഇങ്ങനെ പല കാരണങ്ങളാൽ എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഒരു സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ബദലായി കേന്ദ്രത്തിൽ വരെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ യോഗ്യനായ ആളാണ് കേജ്രിവാൾ എന്ന് ഇന്ത്യ കുറച്ചുപേരെങ്കിലും ചിന്തിച്ചൊരു സമയമുണ്ട്. പ്രധാനമന്ത്രി മോദിക്കെതിരെ വാരണസിയിൽ പോയി മത്സരിക്കുകയാണ്. ആരാണ്? കേജ്രിവാൾ. ശക്തമായ മത്സരവും കാഴ്ചവെച്ചു. വലിയ മാർജിനാണ് മോദി ജയിച്ചു വന്നത്. പക്ഷേ മത്സരമുണ്ടായിരുന്നു അവിടെ. മാത്രമല്ല ഡൽഹിയിൽ BJPയാണ് പരാജയപ്പെടുത്തിയത്. BJPക്ക് അങ്ങോട്ട് അടുക്കാനാവാത്ത രീതിയിൽ ആപ്പ് മാത്രമാവും ഡൽഹി എന്ന് ചിന്തിച്ച ഓൾ ഇന്ത്യ പാർട്ടിയായി, കോൺഗ്രസിൻ്റെ തട്ടകങ്ങൾ ഉൾപ്പെടെ കടപുഴക്കിക്കൊണ്ട് ഒരു ഓൾ ഇന്ത്യ പാർട്ടിയായിട്ട് ഇതാ ആം ആദ്മി പാർട്ടി വരുന്നു. ഈ ചിന്ത ഇപ്പോൾ ഫിസിൽ ഔട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ അതിന് മാത്രമല്ല,
ആം ആദ്മി പാർട്ടിയുടെ കാലിന് അടിയിലെ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോവുകയാണ്. ഇനി ഒരു കാര്യം കൂടി വാൽകൃഷ്ണമായി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അണ്ണാ ഹസാരെയാണല്ലോ രാഷ്ട്രീയ ഗുരു, അല്ലെങ്കിൽ ഈ അരവിന്ദ് കെജ്രിവാളിനെ പരുവപ്പെടുത്തിയെടുത്ത ആ ഒരു മൂവ്മെൻറ്റിൻ്റെ തലതൊട്ടപ്പൻ, റാലേഗാവോൺ സിദ്ധിയിലെ സിദ്ധനായ ഗാന്ധിയൻ കൂടിയായ മദ്യവർജന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന, ഇപ്പോഴും സജീവമായ ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന അണ്ണാ ഹസാരെ പറഞ്ഞു, ലുക്ക് മിസ്റ്റർ കെജ്രിവാൾ, മൈ ഐഡിയ ഇസ് നോട്ട് ടു ഫോം എ പൊളിറ്റിക്കൽ പാർട്ടി. ഒരു പാർട്ടിയെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു പാർട്ടിയായി നിലനിൽക്കണമെങ്കിൽ ചതിക്കുഴിയിൽ കിടന്ന് കുഴയേണ്ടി വരും, ഒരുപാട് കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടൊരു പാർട്ടി രൂപീകരിക്കുന്നത് ആവശ്യമുണ്ടോ ആലോചിക്കൂ. പക്ഷേ കേജ്രിവാൾ ഹാഡ് സംതിങ് എൽസ് ടു തിങ്ക്. അധികാരം കയ്യിലുണ്ടെങ്കിൽ മാത്രമേ പല അനീതിക്കെതിരെയും പ്രവർത്തിക്കാനാവൂ. അതുകൊണ്ട് അദ്ദേഹം പാർട്ടിയുമായി നീങ്ങി. ഡൽഹിയിലെ ജനം, ഒരു കോസ്മോപോളിറ്റൻ ജനം അതിന് അനുവാദവും നൽകി. പോകട്ടെ, മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞു. അയൽ സംസ്ഥാനമായ ഹരിയാനയിൽ അതിൻ്റെ പ്രഭാവം ഉണ്ടായി. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോട് ചേർന്ന് മത്സരിച്ച് 8 നിലയിൽ പൊട്ടി. പക്ഷേ പഞ്ചാബിൽ അവിടെ അധികാരത്തിലെത്താൻ സാധിച്ചു. ലോക്സഭയിൽ MP-മാരെ 3-4 MP-മാരെ കൊണ്ടുവരാൻ സാധിച്ചു. രാജ്യസഭയിൽ നിയമസഭാംഗങ്ങളുടെ വോട്ട് നേടി രാജ്യസഭയിലേക്ക് ഏറെപ്പേരെ എത്തിക്കാൻ കഴിഞ്ഞു. അവരാണ് ഇപ്പോൾ രാജ്യസഭയിൽ എത്തിച്ചേരുന്നത് കഠിനാധ്വാനം ചെയ്തിട്ടല്ലല്ലോ, പാർട്ടി തിരഞ്ഞെടുത്ത, പാർട്ടി വിശ്വസിച്ചേൽപ്പിച്ച ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാതെ ഇൻഡയറക്ട്ലി MLA-മാരുടെ വോട്ട് നേടി ജയിച്ചു വന്ന 7 പേര് പാർട്ടിയിൽ നിന്നും BJP-യിലേക്ക് സ്മൂത്തായി അങ്ങോട്ട് സ്കൂട്ടാവുകയാണ്. എത്രത്തോളം വേദനിക്കും കെജ്രിവാളിന്? അതിൻ്റെ ന്യായാന്യായങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും ശരി, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചതിയുടെ, വഞ്ചനയുടെ, കുതികാൽ വെട്ടിൻ്റെ, കൂറുമാറ്റത്തിൻ്റെ, അവസരവാദത്തിൻ്റെ ഒരു പുതിയ ഏടുകൾ തുറന്നുകൊണ്ട് അനേക നിയമ പോരാട്ടത്തിൻ്റെ സാധ്യതകൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അങ്ങോട്ട് തുടങ്ങി വയ്ക്കുന്നത്. ഇതൊരു തുടക്കമാണ്, അവസാനമല്ല. ഇത് തുടക്കമാണ്. ഇതൊരു പുതിയ തുടക്കമാണ്. ഒരുപക്ഷെ ഓപ്പറേഷൻ താമര കർണാടകത്തിൽ നമ്മൾ കണ്ടു, യെദ്യൂരപ്പ നിയന്ത്രിച്ച ഒരു സംവിധാനം. ബീഹാറിൽ കണ്ടു, നിതീഷ് കുമാറിനെ പ്രയോജനപ്പെടുത്തി നടത്തിയ ചില നീക്കങ്ങൾ. ആസാമിൽ കണ്ടു, എന്തിന് അരുണാചൽ പ്രദേശിലും മണിപ്പൂരിലും അത് കണ്ടു. പലയിടങ്ങളിൽ കണ്ടതാണ്. ഗോവയിൽ ഏറ്റവും വലിയ കക്ഷിയായിരുന്ന കോൺഗ്രസിനെ മാറ്റിക്കൊണ്ട് BJP ഒരു പ്രാദേശിക കക്ഷിയുടെ സഹായത്തോടുകൂടി ഭരണത്തിലെത്തുന്ന കണ്ടു. മധ്യപ്രദേശിൽ കണ്ടു. ജ്യോതിരാദിത്യ സിന്ധ്യ ഉൾപ്പെടെ അടർത്തിയെടുത്തുകൊണ്ട് മധ്യപ്രദേശിൽ. ഇതെല്ലാം തന്നെ നമ്മൾ പറയുന്ന പേരാണ് ഓപ്പറേഷൻ താമര. അപ്പം താമര വിരിയിക്കാൻ പല മാർഗങ്ങളുണ്ട്. അടുത്ത ലെവലിലേക്ക് ഒരു രീതിയിലും കേജ്രിവാളിനെ പോലെ ഒരു കക്ഷിക്ക്, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി പോലെ ഒരു പാർട്ടിക്ക് ഒരു കാരണവശാലും BJP-യോട് മുട്ടാനാവില്ല. തന്ത്രങ്ങളിൽ അഗ്രഗണ്യൻ കേജ്രിവാളല്ല, മറിച്ച് അമിത്ഷാ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ ഇവിടെ ധാർമ്മികത നോക്കിയാൽ അധാർമികമാണ് എന്ന് പറയേണ്ടി വരും. കാരണം എന്തുകൊണ്ടാണ്? ജനങ്ങൾ മാൻഡേറ്റ് കൊടുത്തത് ആം ആദ്മി പാർട്ടിക്കാണ്. നിയമസഭാ അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ആം ആദ്മി പാർട്ടി ജനങ്ങൾ വിശ്വസിച്ചതുകൊണ്ടാണ്. ഇപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്തവർ 3/2 ഭാഗം കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരാതിരിക്കാൻ 3/2 ഭാഗം മാറിക്കഴിഞ്ഞാൽ അതൊരു പിളർപ്പായി പരിഗണിച്ചുകൊണ്ട് ആ പിളർന്നു മാറിയ ഭാഗത്തിനെ ഒരുപക്ഷെ BJP-യിലേക്ക് ചേരാൻ സാധിക്കും, അല്ലെ പ്രത്യേക പാർട്ടിയെ രൂപീകരിക്കാൻ കഴിയും. അവർക്ക് അംഗത്വം നഷ്ടപ്പെടില്ല. പക്ഷേ തീരുമാനമെടുക്കേണ്ട നിയമജ്ഞർക്കിടയിൽ 2 അഭിപ്രായങ്ങളുണ്ട്. കൂറുമാറ്റ നിയമത്തെ മറികടക്കാനായി എന്ന് ചിലർ വിശ്വസിക്കുമ്പോൾ, അല്ല, പാർട്ടി നേതൃത്വം, അത് കെജ്രിവാളും മനീഷ് സിസോദിയയും അതുപോലെ ഭഗവന്ത് സിംഗ് മാനുവൊക്കെ തന്നെയല്ലേ, അവർ തീരുമാനിക്കുന്നതാണ് പ്രധാനം. അപ്പോൾ പല കോടതി വിധികളും അനുകൂലമായി വന്നതും പ്രതികൂലമായി വന്നതും ഒക്കെ എടുത്തിട്ട് തലനാഴ കീറി പരിശോധിക്കുന്ന തിരക്കിലാണ്. ഒരു കാര്യം മാത്രം തീർത്തു പറയാം. BJP-ക്കെതിരെ ബദലുകൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുന്നു. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പാർട്ടിക്കും, ഒരു പ്രാദേശിക പാർട്ടിക്കും, ഇത് ദേശീയ പാർട്ടിക്ക് പോലും, കോൺഗ്രസിന് ഇത്രത്തോളം പേരെയാണ് അടർത്തിയെടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അധികാരം എവിടെയുണ്ടോ അവിടേക്ക് ഇയാം പാർട്ടികളെ പോലെ സാമാജികർ, MP-മാർ, MLA-മാർ, രാജ്യസഭാംഗങ്ങൾ എല്ലാം ഗാൽവനൈസ് ചെയ്യപ്പെടുന്നു, അടുത്തുകൂടുന്നു. ഈ പ്രതിഭാസം ജനാധിപത്യ ക്രെഡൻഷ്യൽസിന് ഒട്ടും ഭൂഷണമല്ല എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി അവസാനിപ്പിക്കട്ടെ.